പത്തരമാറ്റിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു കിഡിലൻ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ നന്ദു ഓരോ ദിവസം പോകും തോറും കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ഒടുവിൽ തനിക്കത് താങ്ങാൻ കഴിയില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. ട്രെയിനർ മധുസൂദനോട് പലയാവർത്തി നന്ദു തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഒഴിവാക്കുവാൻ ആവശ്യപ്പെട്ടിട്ടും അയാൾ പക പോക്കുന്നത് പോലെ നന്ദുവിനെ മാത്രം കഠിനമായ പരിശീലന മുറകളിലൂടെ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി ഇത്തരത്തിലുള്ള പീഡനങ്ങളോടുള്ള ബന്ധത്തിൽ ശാരീരികമായും മാനസികമായും നന്ദു വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഒടുവിൽ നന്ദു തന്നെ തൻ്റെ കൂട്ടുകാരിയോട് പറയുകയാണ്, എടി, എനിക്കിത് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. ഇത്രയുമൊന്നും പിടിച്ചു നിൽക്കുവാൻ എനിക്ക് കഴിയുന്നതല്ല. പക്ഷേ SI ആയി പുറത്തിറങ്ങുക എന്നുള്ള എൻ്റെ ദീർഘകാലമായിട്ടുള്ളൊരു സ്വപ്നമാണ്. അതുമാത്രമാണ് എന്നെ പിന്നെയും മുൻപോട്ട് നീങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അതിനി എനിക്ക് നേടിയെടുക്കാൻ പറ്റുമോ എന്ന് ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നുണ്ട്. നാളെ രാവിലെ ഇനി എന്തൊക്കെയായിരിക്കും അയാൾ എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ രാത്രിയിലെ എൻ്റെ ചിന്ത. അത് ഓർത്തിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ തൻ്റെ കൂട്ടുകാരി തുഷാര പറയുകയാണ്, എടി, നീ എന്തിനാണ് ഇതെല്ലാം അനുഭവിച്ചിട്ടും ഒന്നും പ്രതികരിക്കാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ മറ്റാർക്കും കൊടുക്കാത്ത പരിശീലനമാണ് നിനക്ക് മാത്രമായിട്ട് അയാൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയാം അയാൾക്ക് നിന്നോട് എന്തോ പകയുള്ളതുപോലെ. ഒരിക്കലും ഈ ട്രെയിനിങ് നീ കംപ്ലീറ്റ് ചെയ്ത് പുറത്തു പോകുവാൻ അയാൾ സമ്മതിക്കില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും. അനന്തപുരിയിലെ കാര്യവും മൂർത്തി സാറിൻ്റെ കാര്യവും ഒക്കെ പലപ്പോഴും നീ പറയാറില്ലേ, അവിടേക്ക് വിളിച്ചിട്ട് നിന്റെ മൂർത്തി മുത്തശ്ശനോടൊന്ന് പറ. അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, ഉന്നതമായ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ. നിസ്സാരമായിട്ട് ഈ വിഷയം അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റും. ഏയ്, അതൊന്നും വേണ്ടടി. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് എന്തിനാണ് അവരെ ബുദ്ധിമുട്ടുകയും ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിലേക്ക് അവരെയൊക്കെ വലിച്ചിഴക്കുകയും ചെയ്യുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. മാത്രവുമല്ല, ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഞാൻ അയാൾക്കെതിരെ കൊടുത്താൽ ഒരുപക്ഷേ അതെൻ്റെ കരിയറിനെ തന്നെ നശിപ്പിച്ചേക്കാം. അയാളൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥനല്ലേ. അവരുടെ ബന്ധങ്ങളും സാധ്യതകളും എന്തൊക്കെയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുവാനും തെളിവുകൾ കെട്ടിച്ചമക്കാനും ഒക്കെ അവർക്ക് കഴിയും. ഈ ട്രെയിനിങ് ക്യാമ്പിൽ കിടന്നുകൊണ്ട് ഏത് രീതിയിലാണ് എനിക്കിനി പ്രതികരിക്കാൻ പറ്റുക? അതുകൊണ്ട് ഇങ്ങനെയുള്ള നീക്കങ്ങളൊന്നും ശരിയാകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാം. നന്ദു, ഇത് നിസ്സാരമായൊരു കാര്യമല്ല. ഇത് സീരിയസ് ഇഷ്യൂ ആണ്. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ നീ ശാരീരികമായി അങ്ങേയറ്റം തളർന്നു പോകും. ഒടുവിൽ മെഡിക്കൽ ഫിറ്റ് ആകാതെ ഈ ജോലി ലഭിക്കാതെ നിനക്ക് പുറത്തു പോകേണ്ടി വരും. അതുകൊണ്ട് നീ ആലോചിച്ച് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിന്നെ അയാൾ കഠിനമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എനിക്ക് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള എല്ലാ ആൾക്കാർക്കും വല്ലാത്ത സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ആരും ഒരാളിനെ പരാജയപ്പെടുത്തി മറ്റൊരാൾക്ക് വിജയിക്കണമെന്നുള്ള ചിന്തയിൽ വന്നതല്ലല്ലോ. എല്ലാവരും SI ആകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയല്ലേ വന്നത്. അതിൽ ഒരാൾ ക്വാളിഫൈ ചെയ്യാതെ പുറത്തു പോകുമ്പോൾ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള വിഷമവും ഉണ്ടാവില്ലേ? നമ്മൾ ഒരുമിച്ചല്ലേ ഇവിടെ തുടങ്ങിയത്. ഒരുമിച്ച് തന്നെ എല്ലാവരും സന്തോഷത്തോടെ പോകണം. അതാണ് എല്ലാവരുടെയും സംസാരം. എൻ്റെ മനസ്സിലെ ബലമായ സംശയം ഇതിൻ്റെ പിൻപിൽ മറ്റാരോ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്കാർക്കുമില്ലാത്തൊരു കഠിന പരിശീലനം അയാൾ നിനക്ക് മാത്രം അടിച്ചേൽപ്പിക്കുന്നത് എന്താ? നിന്നോട് മാത്രം പരുഷമായി സംസാരിക്കുന്നു. അതുമാത്രവുമല്ല, നീ അയാൾ പറയുന്ന പട്ടിപ്പണികൾ ചെയ്യുമ്പോൾ അയാൾ അയാളുടെ ഫോണിൽ ഇതൊക്കെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദുരുദ്ദേശമൊന്നുമില്ലാത്ത ആളാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. ഇത് മറ്റാർക്കോ വേണ്ടിയുള്ള അടിമപ്പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ അയാൾ എടുക്കുന്നത് ആരെയോ കാണിക്കാൻ വേണ്ടിയാണ്. ഇത്രയും കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് നന്ദുവിൻ്റെ മനസ്സും പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ. ട്രെയിനിങ്ങിൻ്റെ കാര്യം പോട്ടെന്ന് വെക്കാം, പക്ഷേ അയാൾ എന്തിനാണ് ഇതിൻ്റെയൊക്കെ വീഡിയോയും ഫോട്ടോയും എടുക്കുന്നത്? തുടർന്ന് നന്ദു പറയുകയാണ്, നീ പറഞ്ഞത് സത്യമാണ്. അയാൾ എന്നെ മാത്രം ലക്ഷ്യമിട്ട് വേട്ടയാടുകയാണ്. എന്തായാലും ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. നമുക്ക് നോക്കാം. ഇത് പറഞ്ഞിട്ട് അവർ ആ രാത്രിയിൽ ഉറങ്ങുവാൻ കിടക്കുകയാണ്. തുടർന്ന് രാവിലെ തന്നെ വീണ്ടും ട്രെയിനിങ്ങിന് വേണ്ടി റെഡിയായി ഇറങ്ങുന്നു. പതിവ് പോലെ ട്രെയിനർ എത്തുന്നു. തുടർന്ന് നന്ദുവിനെ മാത്രം മാറ്റി നിർത്തി പതിവ് പോലെയുള്ള പല കട്ടിയായിട്ടുള്ള ട്രെയിനിങ് മുറകളും ചെയ്യുവാൻ ആജ്ഞാപിക്കുകയാണ്. നന്ദു അതെല്ലാം മറുത്തൊന്നും പറയാതെ അനുസരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം അത് കണ്ടിട്ട് വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. അവർ കൂടി നിന്നിട്ട് പറയുകയാണ്, ഇയാള് നന്ദു ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കും എന്ന് തോന്നുന്നില്ല. അവളെ മാത്രം ലക്ഷ്യമാക്കിയാണ് അയാളുടെ ഓരോ പ്രവർത്തനങ്ങളും. ഇങ്ങനെ മുൻപോട്ട് പോയാൽ ഒരുപക്ഷെ അവളവിടെ തളർന്നു വീഴും. അങ്ങനെ സംഭവിച്ചാൽ മെഡിക്കൽ ഫിറ്റ് ആകാതെ അവൾ പുറത്താവുകയും ചെയ്യും. അത് തന്നെയായിരിക്കും അയാളും ലക്ഷ്യമിടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആർക്കും ഇത്തരത്തിലുള്ള വ്യക്തിപരമായ വ്യത്യസ്തതയുള്ള പരിശീലനങ്ങളൊന്നും അയാൾ തരുന്നില്ലല്ലോ. നമ്മളെല്ലാവരും ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല അവളെ കൊണ്ട് അയാൾ ചെയ്യിക്കുന്നത്. അവൾ ചെയ്യുന്നതൊന്നും നമ്മോട് ചെയ്യാൻ പറയുന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പിൻപിൽ എന്തോ വ്യക്തി വൈരാഗ്യമുണ്ട്. ഇത് കേട്ടിട്ട് തുഷാര പറയുകയാണ്, നമുക്കൊരു കാര്യം ചെയ്താലോ? നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് അയാൾക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്താലോ? ഉടനെ മഹേഷ് എന്ന് പറയുന്നയാൾ പറയുകയാണ്, അത് വേണ്ട. നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്താൽ ഒരുപക്ഷെ നമുക്കെതിരെ അതെന്തെങ്കിലും പ്രശ്നമായി മാറും. അവൾക്ക് വേണമെങ്കിൽ അവൾ കംപ്ലൈൻറ്റ് കൊടുക്കട്ടെ. അതിനോടുള്ള ബന്ധത്തിൽ അന്വേഷണം വരികയാണെങ്കിൽ
നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നന്ദുവിനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല ഞാനിത് പറയുന്നത്. നമ്മുടെ മനസ്സിലുള്ള സ്വപ്നം SI ആവുക എന്നുള്ളതാണ്. നന്ദു കാരണം ഇനി ഒരുപക്ഷെ നമുക്കും പ്രശ്നമായി വന്നാൽ അതൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല. പോലീസ് സേനയിൽ ക്രിമിനൽ മൈൻഡുള്ള ധാരാളം ഓഫീസർമാരുണ്ട്. ഒരുപക്ഷെ ഇയാളും അതിലൊരാളാവാം. ഇവരോടൊക്കെ ഇപ്പോഴേ ഏറ്റുമുട്ടാൻ പോയാൽ ചിലപ്പോൾ നമ്മുടെ ഭാവി അങ്ങ് പോയി കിട്ടും. ഇവർ കൂടി നിന്നുകൊണ്ടിങ്ങനെ സംസാരിക്കുന്നത് മധുസൂദനന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അയാൾ ഉടൻ തന്നെ നന്ദുവിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ എല്ലാരും കൂടി ഒരു ചർച്ച? മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്. ഇത് കേട്ടിട്ട് ഓരോരുത്തരും തുടർന്ന് പ്രാക്ടീസിൽ ഏർപ്പെടുകയാണ്. തുടർന്ന് അയാൾ വീണ്ടും കഠിനമായ പല പരിശീലനങ്ങളും നന്ദുവിനെ കൊണ്ട് ചെയ്യിക്കുകയും ഒടുവിൽ നന്ദു തളർന്നു വീഴുകയും ചെയ്യുന്നു. ഇതെല്ലാം അയാൾ കൃത്യമായി വീഡിയോയിൽ പകർത്തി അപ്പോഴപ്പോൾ വേണുവിന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. നന്ദു അവിടെ തളർന്നു വീഴുമ്പോൾ മറ്റുള്ളവരെ വിളിച്ചു വരുത്തിയിട്ട് ഇവളെ പൊക്കിയെടുത്ത് റൂമിൽ കൊണ്ടുപോകും. ആരോഗ്യമില്ലാത്ത ഇവളുമാരൊക്കെ SI ആകണമെന്നുള്ള പെട്ടെന്നൊരു മോഹം കൊണ്ട് ഇറങ്ങിത്തിരിക്കും. ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിന്റെ കാര്യമൊന്നും ചിന്തിക്കാതെ ആയിരിക്കും ഇവിടെ വന്ന് ചാടുന്നത്. എന്തായാലും ഇവൾ ഈ കടമ്പ ഒരിക്കലും കടക്കാൻ സാധ്യതയില്ല. ഇതൊക്കെ പറഞ്ഞ് നന്ദുവിനെ പരിഹസിച്ചിട്ട് എടുത്തോട്ട് പോകാൻ പറയുകയാണ്. പോകുന്ന വഴിയിൽ സുഹൃത്തുക്കളൊക്കെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, ഇയാൾക്ക് ഇത്രയും പക നിന്നോട് തോന്നാൻ എന്താണ് കാരണം? നിങ്ങൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ നന്ദു പറയുകയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇയാളെ കാണുന്നത്. ഇയാൾ എന്തിനു വേണ്ടിയാണ് എന്നെ മാത്രം ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇത് കേട്ടിട്ട് വീണ്ടും കൂടെയുള്ളവർ ചോദിക്കുകയാണ്, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതിന്റെ പിമ്പിൽ എന്തെങ്കിലും കളികൾ കാണും? നിനക്ക് ആരെങ്കിലും ശത്രുക്കൾ നാട്ടിലുണ്ടോ? അവരാരെങ്കിലും ആയിരിക്കും ഒരുപക്ഷെ ഇത്തരം പണികളൊക്കെ അയാളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നന്ദുവിന്റെ മനസ്സ് പറയുകയാണ്, ശരിയായിരിക്കും. ഒരുപക്ഷെ അനാമികയോ അവളുടെ അച്ഛനോ അമ്മയോ ഒക്കെ ആയിരിക്കും ഇതിന്റെ പിൻപിൽ. പണം കൊടുത്തിട്ട് അയാളെ കൊണ്ട് അവരിതൊക്കെ ചെയ്യിക്കുന്നതാവാം. എന്തായാലും ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. തുടർന്ന് ട്രെയിനർ മധുസൂദനൻ അറിയാതെ നന്ദു അയാളെ വാച്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ അടുത്ത ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ അയാൾ ഫോൺ എടുത്ത് വേണുവിനെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് നന്ദു മറഞ്ഞു നിന്നുകൊണ്ട് അയാളുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കേൾക്കുന്നത്, എടോ വേണു, ഞാൻ ഇവിടെ ഇട്ട് അവളെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും അവൾ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. അവളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ യാതൊരു തരത്തിലും ഇനി ബുദ്ധിമുട്ടേണ്ട ആവശ്യവുമില്ല. ഞാൻ കൂടുതൽ പറയാതെ തന്നെ ആ വീഡിയോകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ കാര്യങ്ങൾ. ഇന്നലത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം കൂടി വാരി എടുത്തുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. അല്ല, അതിന്റെ വീഡിയോ ഞാൻ അയച്ചിരുന്നല്ലോ, കണ്ടില്ലേ? അപ്പോൾ വേണു പറയുന്നുണ്ട്, കണ്ടു. ഞാൻ അതെന്റെ മോൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്റെ മോളുടെ ഭർത്താവിന്റെ പിറകിന് കൂടിയിരിക്കുകയാണ് ഒരു ബാധ പോലെ ഈ പെണ്ണ്. ഇവരുടെ കാര്യം പറഞ്ഞ് അവർ തമ്മിൽ നല്ല ബഹളമാണ് എന്നും. സാർ അയച്ചു തന്ന ആ വീഡിയോ കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ മധു പറയുകയാണ്, അതെ, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യത്തിലെ പ്രതി ഇവളല്ല, അത് നിങ്ങളുടെ മരുമകൻ തന്നെയാണ്. അവളുടെ ഫോണിലേക്ക് അവന്റെ കോൾ വരുന്നത് ഞാൻ കണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവളുടെ ഫോൺ വാങ്ങി ഞാൻ വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയും ചെയ്തതാണ്. ഒരു ദിവസം കുറഞ്ഞത് 100 കോളെങ്കിലും ഈ പെണ്ണിന്റെ ഫോണിലേക്ക് നിങ്ങളുടെ മരുമോൻ്റെത് വരാറുണ്ട്. എന്നാൽ ഇത്രയും ദിവസത്തിനകം 1-2 ദിവസം മാത്രമാണ് അവൾ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. ആ സംസാരമാകട്ടെ 1 മിനിറ്റിന് താഴെയുമേ ഉള്ളൂ. മാത്രവുമല്ല, നിങ്ങളുടെ മോൻ വിളിച്ചിരിക്കുന്ന കോളുകളൊന്നും അവൾ അറ്റൻഡ് ചെയ്യാറുമില്ല, പലതും റിജക്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാവില്ലേ ഇതൊരു 1 വേ ട്രാഫിക് ആണെന്ന്. അയ്യോ സാറേ, അങ്ങനെയൊന്നും അല്ല. അവൾക്ക് ഇവനോടും ഇവൾക്ക് അവനോടും മുടിഞ്ഞ പ്രേമമാണ്. ഇനി ഒരു പക്ഷേ അവിടെ ട്രെയിനിങ് ക്യാമ്പൊക്കെ ആയതുകൊണ്ട് കൂടെയുള്ള ആരെങ്കിലുമൊക്കെ ഈ പഞ്ചാരിയടി കാണുമെന്ന് കണ്ടിട്ടായിരിക്കും അവൾ ഫോൺ എടുത്ത് സംസാരിക്കാതിരിക്കുന്നത്. ഏയ്, നിങ്ങൾ പറയുന്നത് പോലെയൊന്നും അല്ല. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ മരുമോനെ ഒന്ന് ഉപദേശിച്ച് നിലക്ക് നിർത്താൻ നോക്ക്. ഇവിടുത്തെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം. അപ്പോൾ വേണു പറയുകയാണ്, സാറേ, എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും അവൾ ഒരിക്കലും SI ആകാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ അവൾ SI കുപ്പായം അണിഞ്ഞ് പുറത്തു വന്നാൽ ഞങ്ങളെ മാത്രമല്ല ഈ നാട്ടുകാരെ മുഴുവനും അവൾ കയറി ഭരിക്കും. അപ്പോൾ മധു പറയുകയാണ്, നിങ്ങളതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അവൾ ഉടനെ തന്നെ വിളിച്ചു പറയും, എനിക്ക് SIയും ആവണ്ട പോലീസും ആകണ്ട എന്ന്. തലയിൽ കൈ വെച്ചുകൊണ്ട് അധികം വൈകാതെ അവൾ ഇവിടുന്ന് ഇറങ്ങി ഓടും. എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. ഈ കാര്യം നിങ്ങൾ ഏൽപ്പിച്ചത് മധുസൂദനെയാണ്. ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അത് വൃത്തിയും വെടിപ്പുമായി പൂർത്തീകരിച്ചിരിക്കും. ഓ ശരി സാറേ, എനിക്ക് അത് മതി. ഇത് പറഞ്ഞിട്ട് വേണു ഫോൺ കട്ട് ചെയ്യുകയാണ്. ഈ സംഭാഷണങ്ങളെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുന്ന നന്ദു അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട്, അത് ശരി, അപ്പോൾ ഇവൻ വേണുവിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് വന്നവനാണ്. അങ്ങനെയാണെങ്കിൽ മധുസൂദന, നീ കേട്ടോ, നീ കരുതുന്നയാളല്ല നന്ദു. SI കുപ്പായം ഞാൻ ഇടും എന്ന് പറഞ്ഞാൽ അത് ഇട്ടിരിക്കും. നീ എന്തെല്ലാം പണികൾ കാണിച്ചാലും അത് തടയാൻ പറ്റില്ല. തുടർന്ന് നന്ദു മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോവുകയാണ്, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇവനെ എത്രയും പെട്ടെന്ന് പൂട്ടണം. ഇല്ലെങ്കിൽ എനിക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല.
പിന്നീട് കാണുന്നത് റൂമിൽ ചെന്നിട്ട് നന്ദു തന്റെ കൂട്ടുകാരി തുഷാരയോട് സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നതാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഈ വേണു എന്ന് പറയുന്ന ആളിന് നിന്നോട് ഇത്ര പക തോന്നാനുള്ള കാരണം എന്താടി? അതിന് മറുപടിയായി അനാമികയെക്കുറിച്ചും അനിയെക്കുറിച്ചും അവരുടെ വിവാഹത്തെക്കുറിച്ചും അത് തൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലാണ് ബാധിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം നന്ദു തൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അതൊക്കെ കേട്ടിട്ട് തുഷാര പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവനെ ഇവിടെ വെച്ച് നമുക്ക് ഒതുക്കിയേ പറ്റൂ. അതിനുള്ള മാർഗം എന്താണെന്ന് ഇനി നമ്മൾ കണ്ടുപിടിക്കണം. തുടർന്ന് കാണുന്നത് രാവിലത്തെ ട്രെയിനിങ്ങിന് ശേഷം എല്ലാവരും ലഞ്ചിന് വേണ്ടി കയറുന്ന സമയമാണ്. ഓരോരുത്തരായി ഡൈനിങ് ഹാളിലേക്ക് പോകുമ്പോൾ നന്ദു മാത്രം ഒരിടത്ത് മാറിയിരിക്കുകയാണ്. അപ്പോൾ തുഷാര അടുത്ത് വന്നിട്ട് നന്ദുവിനോട് ചോദിക്കുകയാണ്, എടി നീ എന്താ കഴിക്കാൻ വരുന്നില്ലേ? നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? ആ ഞാൻ വരുന്നുണ്ടടി, നിങ്ങൾ പോയി കഴിച്ചോളൂ, പുറകിന് ഞാൻ വന്നോളാം. ഇത് പറഞ്ഞ് നന്ദു അവിടെ തന്നെ വീണ്ടും ഇരിക്കുകയാണ്. ഈ സമയത്ത് നന്ദുവിൻ്റെ ഫോണിലേക്ക് അനിയുടെ കോൾ എത്തുന്നു. ആ കോൾ അറ്റൻഡ് ചെയ്യുവാൻ നന്ദു ഫോൺ എടുക്കുമ്പോൾ തൊട്ടു പിറകിൽ നിന്നുകൊണ്ട് മധുസൂദന്റെ വിളി. നന്ദന എന്താ കഴിക്കാൻ പോകുന്നില്ലേ? പെട്ടെന്ന് ഒന്ന് ഞെട്ടി തിരിഞ്ഞിട്ട് നന്ദു പറയുകയാണ്, സർ എൻ്റെ വീട്ടിൽ നിന്നും ഒരു കോൾ വന്നു, ഞാൻ സംസാരിക്കാൻ തുടങ്ങുകയായിരുന്നു. വീട്ടിലേക്ക് ഞാൻ വിളിച്ചതിന് ശേഷം പോയി ഭക്ഷണം കഴിച്ചോളാം. അത് ശരി, നിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണോ കോൾ വന്നത്, അതോ മറ്റാരുടെയെങ്കിലും ആണോ? അപ്പോൾ നന്ദു, സാർ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? സാറിന് എന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? ഉണ്ടെങ്കിൽ സാർ നിങ്ങൾ തുറന്നു പറഞ്ഞോളൂ. നിന്നോട് എനിക്ക് വൈരാഗ്യമോ? എന്തിന്? നമ്മൾ തമ്മിൽ മുൻപരിചയമൊന്നുമില്ലല്ലോ. അല്ല സർ, ഇവിടെ എൻ്റെ കൂടെയുള്ള മറ്റ് ട്രെയിനീസിനോടൊന്നും ഈ രീതിയിൽ സാർ ഇടപെടുന്നത് ഞാൻ കാണുന്നില്ല. എന്നോട് മാത്രമാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ സാറ് കാണിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചതാണ്. ആഹാ, നന്ദന കാര്യമായി സംസാരിക്കുന്നുണ്ടല്ലോ. ഈ പോലീസ് സേന എന്ന് പറയുന്നതേ ക്രിമിനലുകൾക്കുള്ളതല്ല, നാട്ടിലെ ക്രിമിനലുകളെ ഒതുക്കുവാനുള്ളതാണ്. അങ്ങനെയുള്ള ഇടത്തേക്ക് തരികിടയും തട്ടിപ്പുമായി ഒരാൾ വന്നു കയറുവാനും ഇവിടെ നിന്ന് പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് പുറത്തേക്ക് പോകാനും പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ എന്തു വില കൊടുത്തും തടയുക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം. സർ, അതിന് ഞാൻ എന്ത് തട്ടിപ്പും തരികിടയുമാണ് കാണിക്കുന്നത്? അത് ശരി, നീ എന്താണ് കാണിക്കുന്നതെന്നോ? നിന്റെ ആ ഫോണിങ് ഒന്നേ, നിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണോ ഇപ്പോൾ വിളിച്ചതെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം നീ തട്ടിപ്പാണോ കാണിക്കുന്നത് അല്ലയോ എന്ന്. ഇത്രയും കേൾക്കുമ്പോഴേക്കും നന്ദു പെട്ടെന്നൊന്ന് പരുങ്ങുന്നുണ്ട്. ഫോൺ തരാനല്ലേ പറഞ്ഞത്? ഇത് പറഞ്ഞുകൊണ്ട് നന്ദുവിന് നേരെ അയാൾ കൈനീട്ടുകയാണ്. അപ്പോൾ നന്ദു, സർ, മറ്റൊരാളിന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് നല്ല സ്വഭാവമല്ല. എൻ്റെ ഫോണിങ്ങനെ പരിശോധിക്കേണ്ടതിന് സാറിന് എന്തെങ്കിലും എന്നെക്കുറിച്ച് മോശമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ? നീ എന്താ എന്നെ നിയമം പഠിപ്പിക്കാൻ വരികയാണോ? മര്യാദയ്ക്ക് ഫോൺ ഇവിടെ താടി. ഇത് പറഞ്ഞിട്ട് നന്ദുവിൻ്റെ കയ്യിൽ നിന്നും അയാൾ പെട്ടെന്ന് ഫോൺ പിടിച്ചു വാങ്ങുകയാണ്. ആ, നീ പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ, എന്നിട്ട് നിന്റെ ഫോൺ ഞാൻ തിരിച്ചു തരാം. ഇല്ല സാർ, എൻ്റെ ഫോൺ തിരികെ തരാതെ ഞാൻ കഴിക്കാൻ പോവില്ല. അത് ശരി, അങ്ങനെയാണെങ്കിൽ നിന്റെ സൗകര്യത്തിന് ചെല്ലുമ്പോൾ നിന്നെ ഊട്ടാൻ അവിടെ ആരും കാണില്ല, നീ പട്ടിണി കിടക്കും. സാർ, ഞാൻ പോയി കഴിച്ചോളാം, എൻ്റെ ഫോണിങ് തന്നാൽ മതി. തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യുവടി? മര്യാദയ്ക്ക് നീ പോകാൻ നോക്ക്. ഇത് കേട്ടുകൊണ്ട് നന്ദു പതിയെ തിരിഞ്ഞു നടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അയാൾ വീണ്ടും പിറകിൽ നിന്ന് വിളിച്ചിട്ട് പറയുകയാണ്, അതെ, ഈ ഫോണിൻ്റെ സ്ക്രീൻ ലോക്കാണ്, ഇത് തുറന്നു തരണം, എനിക്ക് ഈ ഫോൺ പരിശോധിക്കാനാണ്. അപ്പോൾ വീണ്ടും നന്ദു, പ്ലീസ് സാർ, ദയവ് ചെയ്ത് സാർ ഇങ്ങനെ എൻ്റെ പിറകിന് നടന്ന് ഉപദ്രവിക്കുന്നത് നിർത്തണം. ഞാൻ സാറിനോട് യാതൊരു മര്യാദകേടും പറയുവാനും പ്രവർത്തിക്കാനും വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് സാർ മറ്റാർക്കുമില്ലാത്ത നിയമങ്ങളൊക്കെ എൻ്റെ മേലിങ്ങനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? സാർ, എൻ്റെ ഫോണിങ് തന്നേക്ക്, ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ. നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, ഈ ഫോൺ തുറന്നു തന്നിട്ട് നിനക്ക് പോകാം. അതനുസരിക്കാനല്ല നിന്റെ ഭാവമെങ്കിൽ ഈ ഫോണിനെയും നീ കാണില്ല. ഇത് കേട്ടുകൊണ്ടൊടുവിൽ ഗത്യന്തരമില്ലാതെ നന്ദു ഫോൺ അയാൾക്ക് തുറന്നു കൊടുത്തിട്ട് ഭക്ഷണശാലയിലേക്ക് പെട്ടെന്ന് നടന്നു പോവുകയാണ്. നന്ദു അവിടെ എത്തുമ്പോൾ തൻ്റെ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, എന്താടി നീ ഇത്രയും വൈകിയത്? എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമുണ്ടോ? അപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ നന്ദു തുഷാരയോട് വിശദീകരിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തുഷാര പറയുകയാണ്, നന്ദു, ഇത് ക്ഷമിക്കാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തേ പറ്റൂ. നീ ദയവ് ചെയ്ത് അനന്തപുരിയിലേക്ക് വിളിക്കേ, നിന്റെ മൂർത്തി മുത്തശ്ശനോട് കാര്യമൊന്ന് പറ. മൂർത്തി സാർ എന്തെങ്കിലും ഒരു തീരുമാനം ഇതിനകത്തുണ്ടാക്കും. ഏയ് വേണ്ടടി, അതൊന്നും ശരിയാവില്ല. ആ, ഇതാണ് നിന്റെ കുഴപ്പം. ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്യേണ്ടതുപോലെ ചെയ്യില്ല, എല്ലാം സ്വയം അനുഭവിക്കുകയാണ്. പക്ഷേ നന്ദു, നിനക്ക് എത്രത്തോളം ഇങ്ങനെ അനുഭവിക്കാൻ പറ്റും? എത്ര ദിവസം നീ ഈ വൃത്തികെട്ടവന്റെ മുൻപിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കും? ഇങ്ങനെയാണെങ്കിൽ നിന്റെ കാര്യം പോക്കാ. നിനക്ക് പരാതിയൊന്നുമില്ലെങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്. ഇത് പറഞ്ഞിട്ട് തുഷാര അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. തുടർന്ന് തുഷാര പുറത്തെത്തുമ്പോൾ മധുസൂദൻ അവിടെ നിന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എവിടെ നന്ദന? സർ, അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ, ഇത് അവളുടെ ഫോണാണ്, അവളുടെ കയ്യിൽ കൊടുത്തേക്ക്. എന്നിട്ട് അവളോട് പറഞ്ഞേക്കണം, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയതല്ല പോലീസ് സേനയെന്ന്. ഇത്രയും പറഞ്ഞ് ഫോണും കൊടുത്തിട്ട് അയാൾ തിരികെ പോവുകയാണ്. ഈ സമയത്ത് നന്ദുവിൻ്റെ ഫോണുമായിട്ട് തുഷാര പെട്ടെന്ന് അവിടുന്ന് മാറിപ്പോവുകയാണ്.
തുടർന്ന് ആ ഫോൺ ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും മൂർത്തി സാറിന്റെ നമ്പർ എടുത്തിട്ട് അനന്തപുരിയിലേക്ക് വിളിക്കുകയാണ്. മൂർത്തി സാർ ആ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ തുഷാര സ്വയം പരിചയപ്പെടുത്തിയിട്ട് ട്രെയിനിങ് ക്യാമ്പിൽ നന്ദു അനുഭവിക്കുന്ന ക്രൂരമായിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. ഈ കാര്യങ്ങളെല്ലാം കേട്ട് മൂർത്തി സാർ അങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, എന്തായാലും മോള് തന്നെ വിളിച്ചറിയിച്ചത് നന്നായി. നന്ദു ഒരിക്കലും എന്നോട് പറയില്ലെന്ന് എനിക്കറിയാം. ആ കുട്ടി വലിയ അഭിമാനിയാണ്. അവൾ മാത്രമല്ല, അവളുടെ അച്ഛനും അമ്മയും എല്ലാം അങ്ങനെ തന്നെയാണ്. സാരമില്ല, ഞാൻ ഇപ്പോൾ തന്നെ വേണ്ട നടപടികൾ ചെയ്യാം. മോള് ഫോൺ വെച്ചോ. മൂർത്തി സാർ ഫോണിൽ സംസാരിച്ചു നിൽക്കുന്നത് കണ്ടുകൊണ്ട് ആ സമയത്ത് അനി അവിടേക്ക് വരുന്നുണ്ട്. നന്ദുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഒക്കെ കാര്യം പറയുന്നത് കേട്ടുകൊണ്ട് അനി ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശ, എന്തു പറ്റി? നന്ദുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ നന്ദുവിൻ്റെ കൂട്ടുകാരി വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ മൂർത്തി സാർ അനിയോട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അനി പറയുകയാണ്, മുത്തശ്ശ, കഴിഞ്ഞ ദിവസം രാത്രിയിൽ അനാമിക എന്നോട് വഴക്കിടുന്ന സമയത്ത് അവൾ ചില സൂചനകളൊക്കെ ഇതേപ്പറ്റി എനിക്ക് തന്നിരുന്നു. ട്രെയിനിങ് ക്യാമ്പിലിട്ട് നന്ദുവിൻ്റെ നടു ഒടിക്കുന്നത് പോലെ കഷ്ടപ്പെടുത്തുന്നു എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. നന്ദു ഒരിക്കലും പോലീസ് യൂണിഫോം ഇട്ട് പുറത്തു വരില്ല എന്നവൾ ബെറ്റ് വെച്ചിരിക്കുകയാണ്. ട്രെയിനിങ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അവൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുമത്രേ. അവളുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് അവളും അവളുടെ അച്ഛനും കൂടി നന്ദുവിൻ്റെ ട്രെയിനറെ കയ്യിലെടുത്ത് എന്തൊക്കെയോ പദ്ധതികൾ ഒപ്പിച്ചിട്ടുണ്ട് എന്നാണ്. സാരമില്ല, ഞാൻ ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രതിവിധി ചെയ്യാം. ഇത് പറഞ്ഞിട്ട് മൂർത്തി സാർ ഫോൺ എടുത്ത് നേരെ DGPയുമായി ബന്ധപ്പെടുകയാണ്. തുടർന്ന് കാര്യങ്ങളൊക്കെ അദ്ദേഹം DGPയുമായി പങ്കുവെക്കുന്നു. പിന്നീട് കാണുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ്ങിൽ നന്ദുവിനെ കഠിനമായി അദ്ദേഹം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വളരെ പരുക്കൻ വാക്കുകൾ പറഞ്ഞ് മാനസികമായി നന്ദുവിനെ വേദനിപ്പിക്കുകയും ആ ഗ്രൗണ്ടിന് ചുറ്റിലും കണ്ടമാനം ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒടുവിൽ അയാൾ പറഞ്ഞ അത്രയും ഓടി പൂർത്തിയാക്കാൻ കഴിയാതെ പൊരുവെയിലത്ത് നന്ദു തളർന്നിരിക്കുകയാണ്. ഈ കാഴ്ചകളൊക്കെ അപ്പോൾ തന്നെ അയാൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നു. തുടർന്ന് അയാൾ നന്ദുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, എടീ, ദേഹമൊക്കെ ഒന്ന് അനങ്ങിയപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന്? നീയാണോ SI ആകാൻ വേണ്ടി കുപ്പായവും തയ്പ്പിച്ചു വെച്ചിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ഞാനൊരു കാര്യം ഇപ്പോൾ തന്നെ നിന്നോട് ഉറപ്പിച്ചു പറയാം, ഒരിക്കലും നീ ഈ ട്രെയിനിങ് പൂർത്തിയാക്കില്ല. നീ പോലീസ് കുപ്പായം ഇടുകയുമില്ല. എന്തായാലും വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് വിശ്രമിച്ചിട്ട് ഞാൻ പറഞ്ഞ അത്രയും റൗണ്ട് ഓടിത്തീർക്കണം. ഇത് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്ന് അയാളുടെ ഫോൺ എടുത്ത് മുൻപ് റെക്കോർഡ് ചെയ്തതെല്ലാം വേണുവിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. പുതിയ വീഡിയോ കണ്ടതിന് ശേഷം ഉടൻ തന്നെ വേണു തിരികെ വിളിക്കുകയാണ്. എന്നിട്ട് മധുസൂദനോട് പറയുകയാണ്, സാറേ, ഗംഭീരമായിരിക്കുന്നു. സത്യത്തിൽ ഒരു നേരം പോക്കിന് മാർഗങ്ങളൊന്നുമില്ലല്ലോ എന്നോർത്ത് ഞങ്ങളിവിടെ ബോറടിച്ചിരിക്കുമ്പോഴാണ് ഇത്തരം കലാപരിപാടികളുടെ വീഡിയോ ഒക്കെ സാറ് കൂടെ ഇങ്ങോട്ട് അയച്ചു തരുന്നത്. സത്യം പറയാമല്ലോ, എനിക്കും എൻ്റെ പെണ്ണും പിള്ളയ്ക്കും മോൾക്കും ഏതു നേരത്തും ചിരിക്കാനേ ഉള്ളൂ സമയം. പിന്നെ സാറേ, ആ പെണ്ണൊരു പ്രത്യേക ടൈപ്പാണ് കേട്ടോ. അവളെ ഒതുക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചതാണ്. പക്ഷേ കൊടിയ വിഷമാണ് അവളുടെ ഉള്ളിലിരിക്കുന്നത്. അവൾ 2 പ്രാവശ്യം എന്നെയും എൻ്റെ ഭാര്യയും വീട്ടിൽ കയറി തല്ലിക്കളഞ്ഞു. കരോട്ടക്കാരിയാണ് സാറേ. അവളുടെ കയ്യിൽ നിന്നും ഒരു ഇടി കിട്ടിയാൽ ഇരിപ്പതാണ്. സാറിനോടായതുകൊണ്ട് ഞാൻ അങ്ങ് തുറന്നു പറയുകയാണ്, ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാനും എൻ്റെ ഭാര്യയും തിരുമിക്കാൻ പോകാറുണ്ട്. അമ്മാതിരി ഇടിയാണ് അവൾ ഇടിച്ചു കളഞ്ഞത്. അപ്പോൾ മധുസൂദനൻ, എന്തായാലും താങ്കളൊന്ന് സമാധാനപ്പെട്. ഇത്രയും നാളും അവൾ സന്തോഷിച്ചെങ്കിൽ ഇനിയുള്ള നാൾ അവളുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കിത്തരാം. അപ്പോൾ വേണു പറയുകയാണ്, സാറേ, അവക്കിട്ട് 4 ഇടി കൊടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അയ്യോ, താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ഇത് പോലീസ് സ്റ്റേഷനല്ല, പോലീസ് ട്രെയിനിങ് ക്യാമ്പാണ്. എന്ന് വെച്ചാൽ പോലീസ് ആകാൻ വരുന്നവരെ പരിശീലിപ്പിക്കുന്ന സ്ഥലം എന്നർത്ഥം. ഇവിടെ ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും പറ്റില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അതോടുകൂടി എൻ്റെ കാര്യം കഴിഞ്ഞു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വെടിപ്പായിട്ട് ചെയ്തു തരാം. അപ്പോൾ വേണു വീണ്ടും പറയുകയാണ്, സാറേ, ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്ക്. അവൾക്ക് ഉശിരിച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവളെ കാര്യമായിട്ടൊന്ന് പ്രകോപിപ്പിച്ചാൽ അവൾ അതിനോട് റിയാക്ട് ചെയ്യും. സാറിൻ്റെ നേരെ ഉറപ്പായിട്ടും അവൾ കൈ പൊക്കിയിരിക്കും. അതിനുള്ള വഴി സാർ ഉണ്ടാക്കിയെടുക്കണം. ഞാനൊരു ബുദ്ധി പറഞ്ഞു തരാം, സാറ് ഒന്ന് പരീക്ഷിച്ച് നോക്ക്, ഉറപ്പായിട്ടും വിജയിക്കും. സാറിന് വിശ്വാസമുള്ള ആരെങ്കിലും 2 ആൾക്കാരെ നേരത്തെ ചട്ടം കെട്ടി നിർത്തണം. എന്നിട്ട് അവർ പോലും അറിയാതെ ഞാൻ ഈ പറഞ്ഞതുപോലെ അവളെ പ്രകോപിപ്പിക്കണം. അവളുടെ ആത്മാഭിമാനത്തെ തൊടുന്നു എന്ന് കണ്ടാൽ അവൾ പിന്നെ SIയും കുപ്പായവും ഒന്നും നോക്കില്ല. അവൾ പ്രതികരിക്കും, അവൾ കൈപൊക്കും. അത്രയും പോരെ സാറേ? അങ്ങനെ വന്നാൽ സാക്ഷി പറയാനുള്ള തെളിവുകളുമാവും. അവൾ പോലീസുകാരി ആവില്ല എന്ന് മാത്രവുമല്ല, അവൾക്കെതിരെ ഒരു കേസും കൂടി ചാർജ് ചെയ്ത് അവളെ അകത്താക്കാനുള്ള വഴിയും തെളിയും. ഇത് കേൾക്കുമ്പോൾ മധുസൂദനൻ തോന്നുകയാണ്, അത് കൊള്ളാം, അത് നല്ലൊരു ഐഡിയയാണ്. തുടർന്ന് മധുസൂദനൻ പറയുകയാണ്, എന്തായാലും ഞാൻ അതിനുവേണ്ടി ശ്രമിക്കാം. പിന്നെ ഇതിനൊക്കെ കാര്യമായിട്ട് ചെലവുകളുണ്ട് കേട്ടല്ലോ. എന്താ സാറേ, സാറിന് എത്രയാ വേണ്ടത് അത് പറഞ്ഞാൽ പോരെ? ഞാൻ അതുപോലെ തന്നെ ചെയ്യില്ലേ? ശരി,
ഉടൻ തന്നെ സന്തോഷത്തിന്റെ വാർത്ത നിങ്ങളെ തേടിയെത്തും, കാത്തിരുന്നു. ഇത് പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് തിരിഞ്ഞു നടക്കുവാൻ വേണ്ടി മധുസൂദനൻ തുടങ്ങുമ്പോൾ തൊട്ടു പിന്നിൽ 2 പോലീസ് ഓഫീസേഴ്സ് നിൽക്കുന്നു. പെട്ടെന്ന് അയാൾ ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ പുറകിൽ നിന്ന പോലീസ് ഓഫീസർമാരിൽ ഒരാൾ പറയുകയാണ്, താൻ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു. നിങ്ങൾക്കെതിരെ DGPക്ക് ഒരു പരാതി പോയിട്ടുണ്ടായിരുന്നു. പരാതി ലഭിച്ച ഉടൻ തന്നെ അന്വേഷണത്തിന് വേണ്ടി ഞങ്ങളെ ഇവിടേക്ക് അയച്ചതാണ്. എന്തായാലും ഞങ്ങളുടെ പണി ഇയാൾ എളുപ്പമാക്കി. കൂടുതലൊന്നും ഇനി അന്വേഷിക്കേണ്ടി വരില്ലല്ലോ. ഏകദേശം 90% കാര്യങ്ങളും ഇയാളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഡോ, ആരെയാണ് താനിപ്പോൾ ഫോണിൽ വിളിച്ചത്? അത് പിന്നെ സാറേ, എൻ്റെ ഒരു സുഹൃത്തിനെയാണ്. ഒരു കേസിന്റെ വിഷയം സംസാരിക്കുകയായിരുന്നു. തനിക്ക് എന്ത് കേസിന്റെ കാര്യമാണോ സംസാരിക്കാനുള്ളത്? ഇവിടെ ട്രെയിനറായിട്ട് നിൽക്കുന്ന താൻ ആരോട് എന്തിന്റെ കേസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ആ ഫോൺ ഇങ്ങോട്ട് വന്നേ. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, സാർ, എൻ്റെ ഫോണിനകത്ത് പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. അങ്ങനെ ഫോൺ പരിശോധിച്ചിട്ട് എന്ത് കാര്യങ്ങളാണ് അറിയാനുള്ളത്? എടോ, അത് തീരുമാനിക്കുന്നതേ താനല്ല, ഞങ്ങളാണ്. ഫോൺ ഇവിടെ തടൂ. ഇത് പറഞ്ഞിട്ട് മധുസൂദന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു പറിക്കുകയാണ് പോലീസ് ഓഫീസർ. തുടർന്ന് അവർ ഫോൺ പരിശോധിക്കുമ്പോൾ വേണുവിന്റെ ഫോണിലേക്ക് ഒട്ടനവധി കോളുകൾ പോയിരിക്കുന്നതായും മാത്രമല്ല വേണുവിന് വാട്സാപ്പ് വഴി നന്ദുവിനെതിരായിട്ടുള്ള പല വോയിസ് ക്ലിപ്പുകളും വീഡിയോ ക്ലിപ്പുകളും അയച്ചിരിക്കുന്നതും കാണുന്നു. തുടർന്ന് അതൊക്കെ കാട്ടിക്കൊണ്ട് മധുസൂദനോട് പോലീസ് ഓഫീസർ ചോദിക്കുകയാണ്, എടോ, എന്താടോ ഇതൊക്കെ? ഈ നന്ദന എന്ന് പറയുന്ന ട്രെയിനിയെ നിങ്ങൾക്ക് നേരത്തെ അറിയുമോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല സർ, ഒരു പ്രശ്നവുമില്ല. പിന്നെ എന്തിനാണ് കണ്ടമാനം വീഡിയോകൾ ആ കുട്ടിയുടെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് അയച്ചു കൊടുത്തത്? ആരാടോ ഈ വേണു? സർ, അതെൻ്റെ ഒരു സുഹൃത്താണ്. ആ ശരി, താനിനി കൂടുതലൊന്നും പറയണ്ട. ഇനി ഇവിടെ നിന്നാൽ ഇവിടെ പല കുട്ടികളുടെയും ഭാവി അപകടത്തിലാവും. അത് പറഞ്ഞുകൊണ്ട് മധുസൂദന്റെ ഉടുപ്പിന്റെ കോളർ കയറി പിടിച്ചു വലിച്ച് അവർ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴേക്കും ഒരു കൂട്ടം പോലീസുകാർ അയാളുടെ അപ്പുറവും ഇപ്പുറവും വന്ന് നിൽക്കുന്നുണ്ട്. തുടർന്ന് ആ പോലീസ് ഓഫീസർ പറയുകയാണ്, തൽക്കാലം അല്പനേരം ഇയാൾ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോൾ വരാം. ഇത് പറഞ്ഞിട്ട് അയാൾ നന്ദുവിൻ്റെയും കൂടെയുള്ളവരുടെയും അരികിൽ വന്ന് വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ മധുസൂദനെതിരായി പോലീസിനോട് പരാതികൾ പറയുകയാണ്. ഓരോരുത്തരുടെയും പരാതികൾ എഴുതി വാങ്ങിയതിനു ശേഷം വീണ്ടും മടങ്ങി നന്ദുവുമായിട്ട് അയാൾ മധുസൂദന്റെ അരികിലേക്ക് വരുന്നു. തുടർന്ന് വീണ്ടും ആ പോലീസ് ഓഫീസർ പറയുകയാണ്, എടോ, ഇവരെ ട്രെയിൻ ചെയ്യിക്കുവാൻ വേണ്ടിയാണ് തന്നെ ഇവിടേക്ക് അയച്ചത്. തന്നെ പോലെയുള്ള ക്രിമിനലുകൾ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ വിടുപടി ചെയ്യാൻ തയ്യാറാകുമ്പോൾ തകർന്നു പോകുന്നത് ഈ പോലീസ് സേനയുടെ വീര്യം തന്നെയാണ്. നാടിന്റെ ക്രമസമാധാന പാലന മേഖലയിലേക്ക് ആത്മാർത്ഥതയോടെ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന പലരുടെയും ജീവിതം തന്നെയാണ് നീയൊക്കെ ഇല്ലാതെയാക്കുന്നത്. അതുകൊണ്ട് താൻ ഇനി ഇവിടെ ജോലി ചെയ്യണ്ട. സസ്പെൻഷൻ ഓർഡർ ഉടൻ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും. മിക്കവാറും ഇതിന്റെ തൊട്ടു പിന്നാലെ തന്നെ പിരിച്ചുവിടലിന്റെ ഉത്തരവും വരാൻ സാധ്യതയുണ്ട്. ഒരു പാവം പെൺകുട്ടി അവളുടെ നിസ്സഹായ അവസ്ഥ ചൂണ്ടിക്കാട്ടി നിങ്ങളുടെ മുമ്പിൽ തൊഴുതു നിന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലുണ്ടായില്ല. അവളുടെ ഭാവിയെ ഓർത്തിട്ട് മാത്രമാണ് നിന്നെ അവൾ തല്ലാതെ വെറുതെ വിട്ടത്. അത് നീ മാക്സിമം മുതലെടുത്തു. അങ്ങനെയുള്ള നിനക്ക് യാതൊരു തരത്തിലുള്ള പുനഃപരിശോധനയ്ക്കും അവസരം തരാൻ പാടില്ല. അതുകൊണ്ട് പോലീസ് സേനയിൽ നിന്ന് തന്നെ നിന്നെ പിരിച്ചുവിടുവാൻ ഞാൻ ശുപാർശ ചെയ്യാൻ പോവുകയാണ്. ഇത് കേട്ടുകൊണ്ട് ഒരു ഞെട്ടലോടെ മധുസൂദൻ പറയുകയാണ്, സർ, അങ്ങനെയൊന്നും ചെയ്യരുത്, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഈ പെൺകുട്ടി മോശക്കാരിയാണെന്നും ക്രിമിനൽ ആണെന്നും എനിക്ക് അറിവ് ലഭിച്ചു. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ പോലീസ് സേനയിൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഞാൻ അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്. ആ പെൺകുട്ടി ക്രിമിനൽ ആണെന്ന് തന്നോട് ആരാടോ പറഞ്ഞത്? എവിടുന്നാണ് തനിക്ക് ആ വിവരം ലഭിച്ചത്? ആ പെൺകുട്ടിയുടെ പേരിൽ എന്ത് കേസാണുള്ളത്? തനിക്കറിയോ അതേപ്പറ്റി? സർ, ഞാനിപ്പോൾ ഫോണിൽ സംസാരിച്ച ആൾ തന്നെയാണ് എന്നോട് അതേക്കുറിച്ചൊക്കെ പറഞ്ഞത്. നാണം ഉണ്ടോടോ തനിക്ക്? ഒരു പോലീസുകാരനോട് നാട്ടിലെ ഒരു തെമ്മാടി വിളിച്ചു പറഞ്ഞു ട്രെയിനിങ്ങിന് വന്ന ഒരു കുട്ടി ക്രിമിനലാണ് എന്ന്. കൂടാതെ അവളെ ഇല്ലാതെയാക്കാൻ കാശും തന്നു. ഞങ്ങൾ ഈ പെൺകുട്ടിയെക്കുറിച്ച് നേരത്തെ തന്നെ അന്വേഷിച്ചതാണ്. അവൾ ആരാണ് എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് ട്രെയിനിങ്ങിന് വേണ്ടി ഇവിടേക്ക് അവസരം കൊടുത്തത്. പട്ടാപ്പകൽ നടു റോഡിലിട്ടൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കുവാൻ തയ്യാറായ ഒരു ചെറുപ്പക്കാരനെ അവൾ തല്ലി. അതിന്റെ പേരിൽ അവൾക്കെതിരെ ഒരു കേസ് കോടതിയിലുണ്ടായിരുന്നു. അതുവല്ലതും താൻ അന്വേഷിച്ചോ? ഓ, തനിക്ക് അതല്ലല്ലോ ജോലി. വല്ലവരും വല്ലതും പറയുന്നത് കേട്ട് അവരുടെ പോക്കറ്റിലെ നക്കാപ്പിച്ചയും വാങ്ങി അവർക്ക് അടിമപ്പണി ചെയ്യാനല്ലേ താൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. താൻ അന്വേഷിക്കണം ആ കേസിന്റെ വിധി എന്തായിരുന്നുവെന്ന്. ഈ വേണു എന്ന് പറഞ്ഞവൻ അവനാണ് ക്രിമിനൽ. അവൻ നടു റോഡിൽ നടത്തിയൊരു നാടകമായിരുന്നു അത്. നിനക്ക് തന്നതുപോലെ കാശ് കൊടുത്തൊരു ചെറുപ്പക്കാരനെയും ഒരു പെണ്ണിനെയും കൊണ്ട് നടു റോഡിൽ വെച്ച് ഈ പെൺകൊച്ചിന്റെ മുമ്പിൽ നടത്തിയ നാടകം. പക്ഷേ നാടകം നടത്തിയവനെ ഇടിച്ചവന്റെ പരിപ്പിളക്കി തുടർന്ന് കോടതിയിൽ ആ പെണ്ണിനെയും ചെറുക്കനെയും അവൾ പൊളിച്ചടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ളൊരു പെൺകുട്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വന്നാൽ നാട്ടിലുള്ള കൊട്ടേഷൻകാർക്കും കഞ്ചാവ് കച്ചവടക്കാർക്കുമൊക്കെ നല്ല പണിയായിരിക്കുമോ? അങ്ങനെയുള്ളൊരു പെൺകൊച്ചിനെയാണ് ഇയാൾ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സർ, എനിക്കൊരു തെറ്റു പറ്റിയതാണ്. ഇക്കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു.
എടോ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് താനിപ്പോൾ പറയുന്നത്. എടോ, ഈ പെൺകുട്ടിയെക്കുറിച്ച് അങ്ങനെ ഒരു പരാതി തൻ്റെ മുൻപിൽ വന്നപ്പോൾ ആദ്യം താൻ ചെയ്യേണ്ടിയിരുന്നത് അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുകയായിരുന്നു. തുടർന്ന് ആ പരാതി തനിക്ക് നൽകിയ ആളെക്കുറിച്ചും താൻ അന്വേഷിക്കണമായിരുന്നു. സർ, ഞാൻ ഈ കുട്ടിയോട് മാപ്പ് പറയാം. ദയവ് ചെയ്ത് എനിക്കെതിരെ നടപടിയെടുക്കരുത്. എടോ, താൻ ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ആ പെൺകൊച്ച് തന്നോട് ക്ഷമിച്ചാലും താൻ രക്ഷപ്പെടില്ല. കാരണം തനിക്കെതിരെ നടപടിയെടുക്കുവാൻ ഓർഡർ ഇട്ടിരിക്കുന്നത് DGP ആണ്. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇത് കേൾക്കുമ്പോഴേക്കും മധുസൂദനൻ ഒരു അമ്പരപ്പോടുകൂടി നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ വീണ്ടും പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, താനിത് കേട്ടിട്ട് ഞെട്ടുകയൊന്നും വേണ്ട. ഈ കുട്ടിക്ക് വേണ്ടി ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ടാണ് പറയുന്നത്, കളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ആളും തരവും നോക്കി കളിക്കണമെന്ന്. എന്തായാലും താൻ തൽക്കാലം നടക്ക്. ഇത് പറഞ്ഞിട്ട് പോലീസ് ഓഫീസർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ സമയത്ത് ബാക്കിയുള്ള പോലീസുകാരെല്ലാവരും കൂടി മധുസൂദന്റെ ചുറ്റും കൂടുകയും അയാളെ വലിച്ചിടച്ച് പോലീസ് ജീപ്പിലേക്ക് കൊണ്ട് കയറ്റിയിട്ട് വിട്ടുപോവുകയുമാണ്. തുടർന്ന് മറ്റൊരു പോലീസുകാരൻ നന്ദുവിനോട് പറയുന്നുണ്ട്, കുട്ടി വല്ലാതെ കഷ്ടപ്പെട്ടു അല്ലേ? എന്തായാലും ഇപ്പൊ സന്തോഷമായില്ലേ? ഇവന്മാരെ പോലെയുള്ളവരാണ് നമ്മുടെ സേനയ്ക്ക് ഏറ്റവും വലിയ ആപത്ത്. എന്തായാലും ഇനി കുട്ടിക്ക് സമാധാനമായി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. അവന്റെ കാര്യം പോക്കാണ്. ഇനി അവൻ ഒരിക്കലും പോലീസിലുണ്ടാവില്ല. അവനെതിരെ കേസ് ചാർജ് ചെയ്യാനാണ് DGPയുടെ ഓർഡർ. കോടതിയിൽ അവനൊന്നും തന്നെ പറയാനുണ്ടാവില്ല. ഈ വീഡിയോ ക്ലിപ്പുകളും നിങ്ങളുടെ സാക്ഷിമൊഴികളും അവന്റെ ഫോണിൽ നിന്ന് അവൻ അയക്കുകയും തിരികെ അവന്റെ ഫോണിലേക്ക് വരികയും ചെയ്ത വോയിസ് മെസ്സേജുകളും എല്ലാം അവനെതിരായിട്ടുള്ള തെളിവുകൾ തന്നെയാണ്. അതുകൊണ്ട് അവന്റെ പണി പോകും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. മാത്രമല്ല, അഴി എണ്ണാനും സാധ്യതയുണ്ട്. എന്തായാലും കുട്ടി പോയിക്കോളൂ. ഇത് പറഞ്ഞിട്ട് ആ പോലീസ് ഓഫീസറും അവിടെ നിന്ന് മടങ്ങുകയാണ്. തുടർന്ന് നന്ദുവിനെ ഡോക്ടറുടെ പരിശോധനയ്ക്ക് വേണ്ടി വിധേയമാക്കുകയും തനിക്ക് ട്രിപ്പ് ഇടുകയും മെഡിസിനുകളൊക്കെ നൽകുകയും ചെയ്യുന്നുണ്ട്. ആശുപത്രിയിൽ നിന്നും മടങ്ങിയെത്തിയതിനു ശേഷം നന്ദു തുഷാരയെ കെട്ടിപ്പിടിച്ച് തനിക്ക് നന്ദി പറയുന്നുണ്ട് മൂർത്തി സാറിനോട് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചതിന്. തുടർന്ന് അനന്തപുരിയിലേക്ക് വിളിച്ചിട്ട് മൂർത്തി സാറിനോട് കാര്യങ്ങളൊക്കെ പറയുകയും ഒടുവിൽ സാറിന് നന്ദി പറയുന്നുണ്ട്. തുടർന്ന് ട്രെയിനിങ് ക്യാമ്പിൽ പുതിയ ട്രെയിനർ ചാർജ് എടുക്കുന്നു. നന്ദു വലിയ സന്തോഷത്തിലാണ്. പുതിയ ട്രെയിനറായി മറ്റൊരാൾ മധുസൂദന്റെ സ്ഥാനത്തെത്തിയപ്പോൾ അയാൾക്ക് അവിടെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് നന്ദുവിനെയാണ്. തുടർന്ന് നന്ദു തൻ്റെ മനസ്സിൽ പറയുകയാണ്, ഞാൻ ഒരിക്കലും യൂണിഫോമിൽ പുറത്തു വരരുത് എന്നതായിരുന്നല്ലോ വേണുവിൻ്റെയും അനാമികയുടെയും ഒക്കെ വാശി. ഈ നന്ദു യൂണിഫോമിൽ ആദ്യം തന്നെ എത്തുന്നത് വേണുവിൻ്റെ മുൻപിലേക്ക് തന്നെയായിരിക്കും. ഞാൻ ആദ്യമായി നടപടിയെടുക്കുന്നതും കേസ് ഫയൽ ചെയ്യുന്നതും അനാമികെ നിനക്കും നിന്റെ തന്തയ്ക്കുമെതിരെയായിരിക്കും. ആ നിശ്ചയദാർഢ്യത്തോടു കൂടി നന്ദു ട്രെയിനിങ്ങുകൾ തുടർന്നും അറ്റൻഡ് ചെയ്യുകയാണ്. തുടർന്ന് കാണുന്നത് ജോലിയിൽ നിന്നും സസ്പെൻഷനിലായ മധുസൂദനൻ അടുത്ത ദിവസം തന്നെ വേണുവിനെ കാണുവാൻ തൻ്റെ വീട്ടിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. മധുസൂദനെ കണ്ടപാടെ വലിയ സന്തോഷത്തോടെ വേണു ഇറങ്ങി ചെന്നിട്ട്, അല്ല ഇതാര്? മധുസൂദനൻ സാറോ? എന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങോട്ട് പോകുന്നത്? അവളുടെ കാര്യത്തിൽ തീരുമാനമായി അല്ലേ? ആ, തീരുമാനമൊക്കെ ആയി. പക്ഷെ അവളുടെ കാര്യത്തിലല്ല, എൻ്റെ കാര്യത്തിലാണ്. ഞാനിപ്പോൾ സസ്പെൻഷനിലാണ്. ഇത് കേട്ടുകൊണ്ട് വേണു ഒന്ന് ഞെട്ടുകയാണ്. ഈ സമയത്ത് അയാൾ സസ്പെൻഷൻ ഓർഡർ എടുത്ത് വേണുവിൻ്റെ മുൻപിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വേണു ചോദിക്കുന്നുണ്ട്, അയ്യോ ഇതെന്തു പറ്റി സാറേ? ആ, ഇതേ DGPയുടെ ഓർഡറാണ്. അനന്തപുരിയിൽ നിന്നാണ് പരാതി പോയിരിക്കുന്നത്. എൻ്റെ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചു. ഞാൻ ഇയാളോട് സംസാരിച്ചതും ഇയാൾക്ക് അയച്ചു തന്ന വീഡിയോകളുടെ എല്ലാം തെളിവുൾപ്പെടെ എനിക്കെതിരെ കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ഒരുപക്ഷെ ജോലി തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. വേണു, ഞാനൊരു അഴിമതിക്കാരനായ പോലീസ് ഓഫീസറല്ല. എൻ്റെ പേരിൽ ഇതിനു മുൻപ് യാതൊരു തരത്തിലുള്ള പരാതികളും എവിടെയും വെളിപ്പെട്ടിട്ടില്ല. ആരുടെയും കയ്യിൽ നിന്ന് ഒരു നക്കാപ്പിച്ചയും ഞാൻ വാങ്ങിയിട്ടുമില്ല. താനാണ് എന്നെ കുടുക്കിയത്. ആ പെൺകുട്ടിയെക്കുറിച്ച് മോശമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ എന്നോട് പറയുകയും ആ കുട്ടി ഒരു ക്രിമിനലാണ് എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. അവൾ കരോട്ടക്കാരിയൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച സംഭവിച്ചു. ഒരു പോലീസുകാരന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വീഴ്ച. ഒരന്വേഷണവും നടത്താതെ അവൾക്കെതിരെ ഞാൻ നിലപാടെടുത്തു എന്നുള്ളതായിരുന്നു അത്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംഗതി തിരിച്ചായിരുന്നുവെന്ന്. താനായിരുന്നു ക്രിമിനൽ. സാമ്പത്തിക തട്ടിപ്പും ഭവനഭേദനവും ഗുണ്ടായുസവും ഒക്കെയായി തൻ്റെ പേരിൽ ഒട്ടനവധി കേസുകൾ പല പോലീസ് സ്റ്റേഷനുകളിൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെയുള്ളൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള തൻ്റെ വാക്ക് കേട്ട ഞാനിപ്പോൾ വാരിക്കുഴിയിൽ വീണിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം എൻ്റെ വകയായിട്ട് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് വേണുവിൻ്റെ കാരണം നോക്കി ഒരൊറ്റ പൊട്ടീര് മധുസൂദനൻ നൽകുന്നുണ്ട്. എന്നിട്ട് വേണുവിനോട് പറയുകയാണ്, അധികം താമസിയാതെ നന്ദന പോലീസായി യൂണിഫോമിൽ ഇവിടേക്ക് മടങ്ങിയെത്തും. ഇയാൾക്കുള്ള പണി ബാക്കി അവൾ വെച്ചിട്ടുണ്ട്. അന്ന് അവൾക്കൊപ്പം തന്നെ നേരിടാൻ ഞാനുമുണ്ടാവും. അതിന് യൂണിഫോം പോയാലും തന്നെയും തൻ്റെ മോളെയും അകത്താക്കാതെ ഈ മധുസൂദനൻ ഇനി വിശ്രമിക്കില്ല. ഇത് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്.
മടങ്ങിപ്പോകുന്ന മധുസൂദനെ തന്നെ നോക്കിക്കൊണ്ട് കവളത്ത് കയ്യും വെച്ച് നിൽക്കുന്ന വേണുവിന്റെ മുൻപിലേക്ക് രേവതി വന്നിട്ട് പറയുകയാണ്, എൻ്റെ പൊന്നു വേണുവേട്ടാ, എത്ര പെട്ടെന്നാണ് നമ്മുടെ സന്തോഷങ്ങളെല്ലാം ദുഃഖമായി മാറിയത്. നമ്മൾ അവളുമാർക്കെതിരെ എന്ത് ചെയ്താലും ഒടുവിൽ അതെല്ലാം തിരിച്ച് നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴുകയാണല്ലോ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അയാൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അവൾ പോലീസിന്റെ കുപ്പായവും ഇട്ടുകൊണ്ട് മടങ്ങിയെത്തിയാൽ അതോടുകൂടി നമ്മുടെ ജീവിതം തീർന്നു. വേണുവേട്ടാ, നമുക്കിനി ഈ നാട്ടിൽ നിൽക്കണ്ട, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. അല്ലെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് നമ്മൾ ചാകത്തേ ഉള്ളൂ. ഇത് പറഞ്ഞ് തലയിൽ കയ്യും വെച്ചുകൊണ്ട് രേവതി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ബൈ ബൈ.